തമ്പുരാട്ടിയും കൊണ്ട് വന്നതാ അനിയൻ കുഞ്ഞെ. മുത്തശ്ശി മോനെ, മുത്തശ്ശിക്കൊന്ന് ഉറങ്ങണം. എവിടെയാ കിടക്ക? വരൂ മുത്തശ്ശി. അവിടെ ഫ്ലാറ്റ് കെട്ടാൻ പോവാത്രേ. വീടൊക്കെ ഇടിച്ചു കളഞ്ഞിട്ടേ ആരൊക്കെയോ വരണു. അളക്കമൊക്കെ ചെയ്യണുണ്ടേ. അപ്പനും അവിടെ ഇല്ല. എവിടെ പോയെന്ന് ഈ കുട്ടിക്കൊട്ട് അറിയില്ല. മുത്തശ്ശി വരൂ. വയ്യാണ്ടായിരിക്കണു എന്റെ കുട്ടിയെ. മുത്തശ്ശി ഇരിക്കൂ. നിങ്ങളുടെ പെട്ടിയൊക്കെ എടുത്തിട്ടില്ലേ മോളെ? ഓ, അമ്മയുടെ പെട്ടി എടുത്തിട്ടുണ്ട്. എനിക്കെന്തിനീ പെട്ടിയൊക്കെ? മടങ്ങി പോവാനൊരു വസ്ത്രം പോലെ. വയ്യാണ്ടായിരിക്കണം കുട്ടിയെ, വയ്യാണ്ടായിരിക്കണം. വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഫ്ലാറ്റ് കിട്ടാൻ പോവാത്രേ. അതൊന്നും നടക്കില്ല മുത്തശ്ശി. അപ്പേട്ടൻ വന്നോട്ടെ. ഞാനല്ലേ പറയുന്നത്, നമ്മുടെ വീട് ആരും പൊളിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. അഡ്വാൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അത്രേ. അത് തിരിച്ചു കൊടുത്താ പോരെ മുത്തശ്ശി? എത്രയായാലും ഞാൻ കൊടുക്കാം. എനിക്ക് ഉറങ്ങണം മോനെ. പരമേട്ടാ, ആ പെട്ടിയൊക്കെ ഇങ്ങ് എടുത്തോളൂ. വരൂ മുത്തശ്ശി, വരൂ വരൂ. മേനോനെ നീ വിവരം അറിയിക്കണം. അയാള് പരിഭ്രമിക്കണ്ട. മഴ പെയ്യുന്നുണ്ടോ? ഇല്ല മുത്തശ്ശി. എനിക്കെങ്ങനെ തോന്നി. നീ അവളെ കാണാറുണ്ടോ? ആരെ? നമ്മുടെ സുധനെ. മുത്തശ്ശിയോട് പിണങ്ങി ആശ്രമത്തിൽ പോയി കഴിയുമല്ലേ? വയ്യാണ്ടായിരിക്കണം കുട്ടിയെ, വയ്യാണ്ടായിരിക്കണം. എനിക്ക് അവളെ ഒന്ന് കാണാനോ മോനെ? മുത്തശ്ശി ഞാൻ കൊണ്ടുപോവാം, ഞാൻ കൊണ്ടുപോവാം. എല്ലാരും ഒന്നിച്ചൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ യാത്ര പറയാൻ. അങ്ങനെ ഒന്നും പറയാൻ പാടില്ല മുത്തശ്ശി. കിടക്കൂ, കിടക്കൂ. അവള് അവിടെ ഇല്ല മുത്തശ്ശി. എവിടെയോ പോയിരിക്കേ. കാണണ്ടെന്ന് പറഞ്ഞു അല്ലേ? അമ്മയുടെ അമ്മയ്ക്കായി തോടുത്ത ജ്ഞാനപീഠ അവാർഡ്. ഇത് കളക്ടർ മിസ്റ്റർ തോമസ് സക്രിയ. അനിയൻകുട്ടി എവിടെ? ഞാൻ വന്നു. അണ്ണാ, മുത്തശ്ശിക്കാണ് ഇത്തവണത്തെ ജ്ഞാനപീഠ അവാർഡ്. ആണോ? അച്ഛാ, അതേ മോനെ. മുത്തശ്ശി, മുത്തശ്ശി, അച്ഛാ, മുത്തശ്ശി, മെസ്സേജ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട് അച്ഛാ.
അണ്ണാ ഒരു മിനിറ്റ്, ഒരു അത്യാവശ്യം. ചിത ഒരുക്കാൻ പോയവരെല്ലാം തടഞ്ഞു വെച്ചിരിക്കുക. തടഞ്ഞു വെച്ചിരിക്കുന്ന ആരെ? ഏട്ടൻ തമ്പുരാൻ ഫ്ലാറ്റ് കെട്ടാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടത്രേ. അനന്തരാമനാ പറഞ്ഞത്. അവിടെ ചിത ഒരുക്കാൻ പറ്റില്ല എന്ന്. ആ ബോട്ട് കോൺട്രാക്ടർ വിക്ടർ രാജിന്റെ ആൾക്കാരും ഉണ്ട്. വിവരം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അതുകൊണ്ട് ഞങ്ങൾ ബാങ്കിൽ പോയില്ല. കുഞ്ഞെ വഴക്കിനൊന്നും പോകണ്ട, എല്ലാം പോലീസ് ഒന്ന് തീരുമാനിക്കട്ടെ. അത് മതി അനിയൻ കുഞ്ഞെ, അത് മതി. അതെ, പോലീസ് വരട്ടെ. മഹാരാഷ്ട്ര ബിൽഡേഴ്സിൽ നിന്നും 10 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി ഫ്ലാറ്റ് കെട്ടാൻ സമ്മതിച്ച് തന്റെ ജ്യേഷ്ഠൻ രാമവർമ്മ ഒപ്പിട്ട് തന്ന എഗ്രിമെന്റ് ആണിത്. തന്റെ മുത്തച്ഛിയെ ശവം കത്തിച്ച് കളയാനുള്ള പ്രോപ്പർട്ടി അല്ലത്. ഇവിടെ ഫ്ലാറ്റാണ് ഞങ്ങൾക്ക് പണിയേണ്ടത്. ചത്തുപോയ കിളവിക്ക് സ്മാരകമല്ല. എന്ത് പറഞ്ഞടാ? എനിക്ക് ജീവനുണ്ടെങ്കിൽ എന്റെ മുത്തശ്ശി ഇവിടെ സംസ്കരിക്കടാ. എവിടെ പറയടാ, എന്റെ ചേട്ടൻ എവിടെയാണ്? പറയടാ, എന്റെ അപ്പേട്ടൻ എവിടെ? പറയാൻ പറ്റില്ലേ?
അവനറിയാം എന്റെ അപ്പേട്ടൻ അവിടെ ഉണ്ടെന്ന്. കർമ്മം ചെയ്യാൻ എനിക്ക് എന്റെ അപ്പേട്ടൻ വേണം. മുരുക, ഈ വണ്ടിയും ക്രെയിനൊക്കെ എടുത്ത് മാറ്റടാ. വയ്യാണ്ടായിരിക്കുന്ന കുട്ടിയെ വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഫ്ലാറ്റ് കെട്ടാൻ പോത്രേ. മോളെ സുധു, മോളെ സുധു, മോളെ മോളെ മുരുക, അതങ്ങ് കൊടുത്തേക്ക്. 10 ലക്ഷം രൂപയല്ലേ അപ്പേട്ടന് അഡ്വാൻസ് വാങ്ങിച്ചത്? 20 ലക്ഷം തിരിച്ചു കൊടുത്തേക്ക്. നമ്മുടെ മുത്തശ്ശിയെ നമ്മുടെ സ്വന്തം മണ്ണിൽ സംസ്കരിക്കണം. മഴ പെയ്യുന്നുണ്ടോ മോനെ? എനിക്കങ്ങനെ തോന്നി. നീ അവളെ കാണാറുണ്ടോ? അപ്പേട്ട, ഈ വീട്ടിൽ നിന്ന് ഓരോരുത്തരിറങ്ങിപ്പോയപ്പോഴും കെട്ടിനകത്തെ തളത്തിലിരുന്ന് ഇതുപോലെ തന്നെ ഇരിക്കുകയായിരുന്നു നമ്മുടെ മുത്തശ്ശി. യാത്ര പറയാൻ പോലും നമുക്കൊന്നിച്ച് നിന്നു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അപ്പേട്ട. എഴുത്തുപുരയിലെ അനിയൻകുട്ടൻ ആൽക്കഹോൾ രാജാവായത്, കാശുണ്ടാക്കിയത്, പത്രം പിടിച്ചെടുത്തത് എനിക്ക് ജയിക്കാനല്ല, നമ്മുടെ മുത്തശ്ശിയെ ജയിപ്പിക്കാനാ. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുത്തശ്ശിയുടെ ശരീരം സാക്ഷി നിർത്തി ഞാൻ പറയാ, എഴുത്തുപുര വീട്ടിലെ ആരും ഈ വീട് വിട്ടിറങ്ങിപ്പോവാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. പോകില്ല, പോകാൻ ഞാൻ സമ്മതിക്കില്ല. കാവി കൊണ്ട് മനസ്സ് മൂടാൻ നോക്കാതെ സുധു, നീ നിൽക്കുന്നത് നിന്റെ അനിയൻ ചേട്ടന്റെ മുമ്പിലാ. അല്ലാന്ന് പറയാൻ പറ്റുമോ നിനക്ക്? പറ്റുമോ സുധു?